നിർമ്മലയെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും ദൈവം എൻ്റെ കൺമുന്നിൽ കാണിച്ചു തന്നു. നിർമ്മലയ്ക്ക് സുഖമാണോ നിർമ്മലെ? നിങ്ങൾക്ക് വയ്യാത്തല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കുന്നത്? ഇനി ഞാൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും 6 മാസം ദൈവം എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ ഉള്ള സമയം ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോകണമെന്ന് കരുതി ഇറങ്ങിയതാ. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട് നിർമ്മലെ. എനിക്ക് നമ്മുടെ മോനെ ഒന്ന് കാണണം. വേറൊന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക്. അതൊന്നും അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. പെട്ടെന്ന് ഇയാളാണ് നിന്റെ അച്ഛനെന്ന് അങ്ങനെ പെട്ടെന്നൊന്നും പറയാനും കഴിയില്ല. സമാധാനപ്പെട്, ധൃതി കാണിക്കല്ലേ CKC. ഓരോ ദിവസവും കഴിയുമ്പോൾ എനിക്ക് പ്രായം കൂടുകയല്ല, ബാക്കിയുള്ള ദിവസങ്ങളുടെ എണ്ണമാണ് കുറഞ്ഞു വരുന്നത്. പരമാവധി 6 മാസം പറഞ്ഞ ഡോക്ടർ അത് വീണ്ടും കുറച്ചു. ഏറിയ ഇനി ഒരു 3 മാസം. അത്രയും മാത്രമേ എനിക്കിനി ആയുസ് ബാക്കിയുള്ളൂ. ഒരുപാട് തെറ്റുകൾ ചെയ്തവനെ ഞാൻ. ഒന്നും ഇനി തിരുത്താനും ആവില്ല. പക്ഷേ എൻ്റെ മകൻ, അവനോട് ഞാൻ ചെയ്ത തെറ്റ്, അവൻ്റെ കാൽക്കൽ വീണ് മാപ്പിരക്കണം. നിർമ്മലെ, എനിക്ക് അതിനുള്ളൊരു അവസരം, അതാണ് ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോ അവൻ അല്പം മനസ്സലിവ് തോന്നി ക്ഷമിച്ചു എന്നൊരു വാക്കെന്നോട് പറയുമായിരിക്കും. അവൻ്റെ എങ്കിലും മനസ്സ് അലിഞ്ഞില്ല എങ്കിൽ മരിച്ചാൽ പോലും എൻ്റെ ആത്മാവിന് ആശ്വാസം കിട്ടില്ല. ഇനി CKC എത്രയൊക്കെ കാല് പിടിച്ച് അപേക്ഷിച്ചാലും അവന് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല CKC. ഞാൻ 10 മാസം അവനെ എന്റെ വയറ്റിൽ ചുമന്ന് ജന്മം കൊടുത്തുന്നേ ഉള്ളൂ. പക്ഷേ ഞാനല്ല അവനെ വളർത്തിയത്. അവൻ ജനിച്ചതും പിന്നീട് അങ്ങോട്ട് വളർന്നതും മറ്റൊരു കുടുംബം അവനെ ദത്തെടുത്തുകൊണ്ട് പോകുന്നത് വരെ അവനെ സംരക്ഷിച്ചത് ഒരു അനാഥാലയമായിരുന്നു. നിങ്ങൾ അവനെ വിളിച്ച് ആക്ഷേപിക്കുന്നത് പോലെ ഒരു അനാഥനായിട്ട് തന്നെയാ CKC അവൻ വളർന്നത്. ദൈവമേ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ മോൻ അനാഥനായിട്ട് വളർന്നുവെന്നോ? അതും നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോ? എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. പാപിയാ ഞാൻ, മഹാപാപി. നിർമ്മല, എനിക്കറിയണം എന്റെ മകനെ രക്ഷിച്ച ആ അനാഥാലയം ഏതാ. എനിക്ക് അവിടെ പോകണം. അവിടെയുള്ള ഓരോരുത്തരോടും നന്ദി പറയണം, അവരെ സഹായിക്കണം. പറയും നിർമ്മലെ, ഏതാ അനാഥാലയം? ഞാൻ അനാഥാലയം കാട്ടിക്കൊടുത്താൽ CKC അവിടെ പോകും. ഒരു പക്ഷേ ഗൗതമാണ് മകനെന്ന സത്യം CKC അറിഞ്ഞാലോ? നിർമ്മല, എന്തായി ആലോചിക്കുന്നത്? ഒന്ന് പറ. ആ അനാഥാലയത്തിന്റെ പേരെന്താ? സ്ഥലം എവിടാ? അവിടുത്തെ നമ്പറുണ്ടോ കയ്യില്? തൽക്കാലം CKC ഒന്ന് ക്ഷമിച്ചേ പറ്റൂ. ഇപ്പോ എനിക്കതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ പോവാ. നിർമ്മല, നിക്ക്. മോനെ സംരക്ഷിച്ച ആ അനാഥാലയത്തിനെ എനിക്ക് സഹായിച്ചേ പറ്റൂ. ഇതിൽ 10 ലക്ഷം രൂപയുണ്ട്. ഈ പണം നാളെ തന്നെ ആ അനാഥാലയത്തെ കൊണ്ട് കൊടുക്കണം. അതൊന്നും വേണ്ട. അത് വേണം നിർമ്മലെ. ഇനി എനിക്ക് എന്റെ കടമകൾ ചെയ്തു തീർക്കാൻ സമയമില്ല. ഒന്നും വെച്ച് താമസിപ്പിക്കാനും ആവില്ല. നിർമ്മല, ഈ പണം അനാഥാലയത്തെ കൊണ്ട് കൊടുത്തേ പറ്റൂ. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാൻ മടിയാണെങ്കിൽ അതിതാ ഇവിടെ വയ്ക്കുന്നു. അതെ അതെ അതെ, ഈ ബാഗ് എടുത്തോണ്ട് പോ. CKC പോവില്ല, നിക്ക്. എന്തിനാ ഈ പൈസ വാങ്ങിച്ചത്? ഇത് തിരിച്ചു കൊടുക്കായിരുന്നില്ലേ? 10 ലക്ഷം രൂപയും ഈ ബാഗും എന്റെ മുമ്പിൽ വെച്ചിട്ട് അയാൾ കാർ എടുത്തോണ്ട് പോയില്ലേ? പിന്നെ ഈ ബാഗ് നടുറോടി വെച്ചിട്ട് തിരിച്ചു പോരാൻ പറ്റുമോ എനിക്ക്? ബാഗ് എടുത്തോണ്ട് വന്നെങ്കിലും എനിക്കിപ്പോ നല്ല പേടിയുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്തെങ്കിലും ഒന്ന് പറ നിധി. ഈ പൈസ ഇവിടെ വെച്ചേക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മളിപ്പോ എന്ത് ചെയ്യും? ഈ പണം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. CKCക്ക് അയാളുടെ മകനെ വളർത്തിയ ആശ്രമത്തിന് 10 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കണമെന്ന്
ഒരാഗ്രഹം തോന്നിയതല്ലേ? ആ ആഗ്രഹം നമുക്കങ്ങ് നിറവേറ്റി കൊടുക്കാം. അതെങ്ങനെ? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? തട്ടിപ്പും വെട്ടിപ്പും കുതികാല് വെപ്പൊക്കെ നടത്തി CKC ഉണ്ടാക്കിയ പണം ആണെങ്കിലും ഇത് നമുക്ക് ഒരു നല്ല കാര്യത്തിന് തന്നെ ഉപയോഗിക്കാം. ഈ പൈസ നാളെ തന്നെ നമുക്ക് ഗൗതം വളർന്ന കാരുണ്യ അനാഥാലയത്തിലെത്തി സോമരാജൻ സാറിനെ ഏൽപ്പിക്കാം. സാർ അവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കട്ടെ. തൽക്കാലം ആന്റി ഈ ബാഗ് ഭദ്രമായിട്ട് ഒളിപ്പിച്ചു വെച്ചേക്ക്. പിടിക്ക. മൊത്തത്തിൽ CKCയുടെ നീക്കങ്ങളിൽ ഒരപകടം മണക്കുന്നുണ്ടല്ലോ. 100% അയാളെ അങ്ങ് വിശ്വസിക്കണ്ട. ഈ 10 ലക്ഷം രൂപയ്ക്ക് പിന്നിലും ഒരു ചതി കാണും. എത്ര ആലോചിച്ചിട്ട് എന്റെ മുന്നിൽ ഒരു വഴിയും തുറന്നു കിട്ടുന്നില്ല. ഓരോ ദിവസവും കഴിയുമ്പോഴും തലയ്ക്ക് പ്രാന്ത് പിടിച്ചോണ്ടിരിക്കുന്നു. 1-2 രൂപയുടെ പ്രൊജക്റ്റ് ഒന്നും അല്ല, 500 കോടി രൂപയാ ഒറ്റയടിക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോന്നെ. നീ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കും മോനെ. ദയവായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ദൈവത്തിന് ഇതിൽ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. എന്തെങ്കിലും നടക്കണമെങ്കിൽ ആ ഗൗതം വിചാരിച്ചാലേ പറ്റൂ. ഗൗതം പ്രോജക്റ്റുമായിട്ട് സഹകരിച്ചാലേ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഹൈടെക് സിറ്റിക്കാര് പറഞ്ഞില്ലേ? എന്ത് യൂനി? ഞാൻ വീണ്ടും ആ രാജീവ് മാധവൻ സാറോട്ട് സംസാരിച്ചു. ഗൗതം കൂടെ ഉണ്ടാവണമെന്ന് അവർക്ക് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഡയറക്ടർ ബോർഡിനെ ബോധ്യപ്പെടുത്താനായിട്ട് ഗൗതം ഒപ്പിട്ട് തന്നൊരു കൺസെന്റ് ലെറ്റർ, ഗൗതം ഇതിന്റെ ഭാഗമായിരിക്കും എന്നുള്ളതിനൊരു ഉറപ്പ്, അത്രയും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്ടർ ബോർഡിന്റെ അപ്രൂവൽ വാങ്ങിച്ചു തരാന്ന് രാജീവ് സാറ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പിന്റെ കാര്യത്തിലാണോ ഈ ബുദ്ധിമുട്ട്? അവന്റെ ഒരു കള്ള ഒപ്പിട്ടങ്ങ് കൊടുത്താ പോരെ? ആന്റി പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഈ കേസിൽ കള്ളൊപ്പം പരിപാടിയൊന്നും നടക്കത്തില്ല. ഗൗതം സോമനസാല ഒപ്പിട്ട് തന്നാലല്ലാതെ ഈ പ്രൊജക്ട് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അവസാന അടവെടുത്ത് പ്രയോഗിച്ചാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. എന്തടവ്? സ്വന്തം കാര്യം നേടാനായി എന്തിനും ഞാൻ മടിക്കില്ല. വേണമെങ്കിൽ നമുക്ക് ഗൗതം താമസിക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോവാം. പ്രണവ് ചെന്ന് ഗൗതമിന്റെ കാലിലങ്ങ് വീഴ.